ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് പിസ്താഷ്യൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമുക്കൊരു റോസാമുട്ട് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി പിസ്താഷ്യൽ ആദ്യം വേണം, പിന്നെ പശ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ കാണിച്ച ഫെവിഗമാണ്. അത് മാത്രം കൊണ്ട് രക്ഷയില്ലാത്തതുകൊണ്ട് ഇതാ ഈ ഒരു ഗമ്മുണ്ട്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വുഡും അല്ലെങ്കിൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പശ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. എൻ്റെ കയ്യിലെ ഫെവിഗം കൊണ്ട് ഒന്നും ആവില്ല എന്ന് തോന്നുന്നതാണ് മറ്റേ പശ കൊണ്ടെടുത്തത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സ്ട്രോ എടുക്കണം. ഇതുപോലത്തെ പേപ്പർ സ്ട്രോയ നല്ലത്. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അമുക്കി കൊടുത്തിട്ട് നമ്മുടെ പിസ്തയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക, ഞാൻ കളഞ്ഞ പോലെ. എന്നിട്ട് അതിങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു ഷെല്ലെടുത്ത് ഇതുപോലെ ചേർത്ത് വെക്കുക. ഇപ്പോൾ ഒരു ചെറിയ മുട്ട പോലും ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഗമ്മൊഴിച്ച്, എൻ്റെ കയ്യിൽ ഈ ഗമ്മ കൊണ്ട് ഷെല്ല് ഒട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേ ഹാർഡായിട്ടുള്ള ഇതും കൂടെ എടുത്തത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ മേടിക്കുന്ന അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഗമ്മുള്ളതാണ് നല്ലത്. ഇപ്പം അത്യാവശ്യം എൻ്റെ കയ്യിൽ ഇതുള്ളായിരുന്നു, അപ്പം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ 20 തൊട്ട് 30 സെക്കൻഡ് വരെ നമുക്കിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. ഗ്ലൂ ഗൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെല്ലൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് പശയാണെങ്കിൽ ഇത്ര നേരമൊന്നും വേണ്ട, ജസ്റ്റ് കൊടുത്ത് ഒരു 5 സെക്കൻഡിനുള്ളിൽ കാര്യം സെറ്റാവും. പിന്നെ തട്ടിക്കൂട്ടാണല്ലോ, നമ്മുടെ കയ്യിലുള്ള വെച്ചങ്ങ് ചെയ്യാം. എന്തിനാ വെറുതെ പൈസ കളയുന്നേ. അതുപോലെ അത് ഒട്ടിയതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് അടുത്ത ഷെല്ല് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ചേർത്ത് വെച്ചിട്ട് വശത്തേക്ക് അമർത്തി പിടിക്കുക. അത്രേ ഉള്ളൂ. അത്ര പാടൊന്നുമില്ല, എളുപ്പമാന്നേ. അതൊരു 10-15 സെക്കൻഡ് അത് സെറ്റാവും. അതുപോലെ അടുത്തൊരു ഷെല്ലെടുത്ത് അപ്പുറത്തെ സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. 4 ഷെല്ലുണ്ടെങ്കിൽ ഒരു മുട്ട് സെറ്റ്. അമർത്തുക, പശത്തേക്ക് ഒരു 10-15 സെക്കൻഡ് ഞെക്കി പിടിക്കുക. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിച്ചൊരു പാട്ടൊക്കെ വെക്ക്, രസമല്ലേ. അങ്ങനെ ഒരു മുട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി മുട്ടും കൂടെ സെറ്റാക്കാം. ഞാനങ്ങനെ 5 സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ആ സ്ട്രോ 2ആയിട്ട് കട്ട് ചെയ്തു. വെറുതെ എന്തിനാ ഒരു സ്ട്രോ ഫുള്ളായിട്ട് കളയണേ. അതൊക്കെ മതി, ചെറിയൊരു ഫ്ലവർ വേസിനകത്ത് വെച്ചാൽ മതി. അങ്ങനെ 5 സെറ്റാക്കി. ഇനി നമുക്ക് ഇതിന് പെയിൻ്റ് അടിക്കാം. ഇതിൻ്റെ ആസ്ഥാന പെയിൻ്റ് അടിക്കുന്ന ഒരു പാത്രം എന്ന് പറയാം. ശരിക്കും അടുക്കള യൂസ് ചെയ്തുകൊണ്ടെന്നാണ്, ഞാനങ്ങ് അടിച്ചു മാറ്റി. അതിൻ്റെ കോലം കണ്ട് അറിയാം, സ്ഥിരം അത് തന്നെയാണ് പോണേ. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന പെയിൻറ്റ് റെഡ്, ദെൻ ഗ്രീൻ. ഇതൊക്കെ നമുക്ക് കടയിൽ മേടിക്കാനുണ്ട്. സാന്താ സൂപ്പർ മാർക്കറ്റിലും കടയിൽ കിട്ടുന്നതാണ്. 25 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ബ്രഷ്. എൻ്റെ കയ്യിലുള്ള ബ്രഷിൻ്റെ പെയിൻ്റ് അടിക്കാൻ പറ്റിയ ടൈപ്പല്ല, എങ്കിലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ തട്ടിക്കൂട്ടാണല്ലോ, അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമുക്കാദ്യമേ മുട്ടിന് കളർ കൊടുക്കാം. റെഡ് എടുക്കുന്നു, ഇതുപോലെ അങ്ങ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു കളറായിരിക്കും റെഡ്. പിന്നെ നിങ്ങളുടെ 2 കളറുകളൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ റെഡും ഗ്രീനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു എല്ലാം കിട്ടും. ഉള്ള കളർ വെച്ച് നമുക്ക് കമ്പൈൻ ചെയ്തൊക്കെ അങ്ങ് സെറ്റാക്കാം. എപ്പോഴും എല്ലാ കളറൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ, വെറുതെ എന്തിനാ ക്യാഷ് കളയാന്നേ. മേടിക്കാൻ പറ്റുവാണെന്നല്ല, ഇല്ല നമുക്ക് കമ്പൈൻ ചെയ്യാനേ. ഇപ്പം നമുക്ക് റെഡും ഗ്രീനും വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഫുള്ളായിട്ട് മുട്ടിന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഞാൻ പുറത്ത് വെച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വെയിൽ വരുന്നതും പോകുന്നതും അനുസരിച്ച് ലൈറ്റിൻ്റെ എഫക്റ്റ് കൂടിയും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അതൊന്ന്
ക്ഷമിക്കുക. നെക്സ്റ്റ് ടൈം നമുക്ക് സെറ്റാക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗം ഗ്രീൻ കളറ് കൊടുക്കുക. എനിക്കത് ഫുള്ള് വേണ്ട, എൻ്റെ ഒരു ചെറിയ ഫ്ലവർ വേസാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി വരെ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ പകുതി വരെ അടിച്ചത്. നിങ്ങളുടെ ഇപ്പം വലുതാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു ബോട്ടിലൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ആ സ്ട്രോ രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട. ഒരു സ്ട്രോയിൽ തന്നെ വെച്ചിട്ട് ആ സ്ട്രോ ഫുള്ളായിട്ട് ഗ്രീൻ കളർ കൊടുക്കുക. എൻ്റെ ചെറിയ ഫ്ലവർ വേസ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് സ്ട്രോ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് അതിൻ്റെ പകുതിക്ക് വരെ ഗ്രീൻ അടിച്ചു കൊടുത്തത്. നിങ്ങൾ ബോട്ടിലിടുമ്പോൾ എവിടെ വരെയാണോ അതിൻ്റെ സ്റ്റെം കാണുന്നത് അവിടെ വരെ അടിച്ചു കൊടുക്കാം ഗ്രീൻ കളർ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അടിച്ചു കൊടുക്കുക. ഞാനും ബിഗിനറാണ്, സോ അതിൻ്റെതായ പെർഫെക്ഷൻ്റെ കുറവാണ്. നമുക്ക് പയ്യെ പയ്യെ സെറ്റാക്കാം. എന്നും ചെയ്തല്ല പഠിക്കുന്നേ, അതുപോലെ നമുക്കിത് സെറ്റാക്കാന്നേ. നമുക്ക് ഇല വേണം. ഇലയ്ക്ക് ഇപ്പം എല്ലാവർക്കും കടയിൽ പോയി ഗ്രീൻ പേപ്പറൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തതിൻ്റെ വേറൊരു പാതി ഇരുന്നതാണ്. ഇതുപോലത്തെ ബുക്കിനൊക്കെ നമുക്ക് വെള്ള പേപ്പർ കിട്ടില്ലേ, അതെടുത്തിട്ട് നമ്മുടെ ഗ്രീൻ പെയിൻറ്റില്ലേ അതൊരു ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് അടിക്കുക, ഉണക്കുക. വെയിലത്ത് വെച്ച് ഉണങ്ങുക. വെയിലത്ത് വെച്ച് ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ല ഫാനിൻ്റെ അടുത്ത് വെച്ച് ഉണങ്ങുന്നെങ്കിൽ ചെറുതായിട്ട് അയൺ ബോക്സ് ഒന്ന് ചൂട് ചെയ്ത് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ അത് നല്ല സ്റ്റൈലായിട്ട് കിട്ടും. മീൻസ് നല്ലൊരു കട്ടി കിട്ടും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സാധാ നമ്മൾ ഇല വരയ്ക്കുന്ന പോലെ ഇല വരച്ച് കൊടുക്കുക. എന്നിട്ട് അതങ്ങ് എന്താ പറയുക, വെട്ടിയെടുക്കുക. പല സൈസിലില വരച്ചോ, ചെടിയല്ലേ പല സൈസിലല്ലല്ലോ, ആർട്ടിഫിഷ്യലാണ്ടോ, എന്താ ഒറിജിനാലിറ്റി വന്നോട്ടെ. ഞാൻ ഒരെണ്ണത്തിന് 2 എണ്ണം വെച്ച രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ, ഇല എത്ര എണ്ണം വെച്ചാലും അത് സ്റ്റൈലാണ്. സ്റ്റെമ്മിൽ ഇല വെക്കാം, മുട്ടിൻ്റെ തൊട്ടടിയിൽ വെക്കാം, അങ്ങനെ ഇവിടെ വീണയിൽ ഇല വെക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു മുട്ടിന് 2 ഇല എന്ന രീതിയിൽ വെട്ടിയെടുക്കാം. നമുക്കിനി ഇതൊന്ന് വെട്ടിയെടുക്കാം. പെട്ടെന്ന് വെട്ടിയെടുത്തിട്ട് വരാം. ഇങ്ങനെ വെട്ടിയെടുത്തു, കണ്ടല്ലോ, എളുപ്പമാണ്. വരയ്ക്കുക, വെട്ടുക, ഒട്ടിക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ പൂവ് പെയിൻറ്റ് കണിച്ച് ഉണങ്ങാൻ വെച്ചായിരുന്നു, പക്ഷേ വെയിലിൻ്റെ അഭാവത്തിൽ അത് ശരിക്കും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇല ഒട്ടിക്കുമ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പെയിൻറ്റ് ഉണങ്ങാത്തതുകൊണ്ട് പശയും പെയിൻറ്റും തമ്മിൽ ഒരു ബലപ്പെടുത്തം മുടക്കാണ്. കണ്ടോ, പെയിൻറ്റ് ഉണങ്ങാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പിടിക്കുന്നതാണ്. പിന്നെ ഗ്ലൂ ഗൺ പോലത്തെ പശയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സംഭവം സെറ്റാവും. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള പശ അത്ര ഇതില്ല. ശരിയില്ല, ഇച്ചിരി നേരം പിടിച്ചാൽ മതി, സെറ്റാക്കി കിട്ടും. നമ്മളങ്ങനെ ഒരു സൈഡ് ഒട്ടിച്ചിരിക്കുന്നു. അതുപോലെ ഇനി അടുത്ത സൈഡും കൂടെ നമുക്ക് ഒട്ടിക്കാം. ഉണങ്ങിയിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ചെയ്താൽ. നല്ല വെയിലുള്ള സമയത്താണ് ഒരു അരമണിക്കൂർ മുറ്റത്തോണ്ട് വെച്ചാൽ മതിയെന്നേ. ഞാൻ എങ്ങനെ ബലം പിടിച്ച് 2 എണ്ണം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കി 4 എണ്ണം ഒട്ടിച്ച്, അങ്ങനെ ടോട്ടൽ 5 എണ്ണം 2 എണ്ണം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഒരെണ്ണാളായിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ. അവനെ നമുക്ക് സെറ്റാക്കാം. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിൽ കുഞ്ഞ് ഫ്ലവർ വേസാണ്. ഞാൻ അതിനകത്ത് കുറച്ച് കല്ലൊക്കെ ഇട്ടു. ഇത് അക്യൂറത്തിലിടാൻ മേടിച്ചാണ്. കുറച്ച് ഞാൻ അടിച്ചു മാറ്റി, എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അതങ്ങ് നാട്ടി വെച്ചു. എന്തിനാ വെറുതെ ഷെല്ലൊക്കെ വേസ്റ്റായി കളഞ്ഞ? ഇതുപോലെയുള്ള സാധനം ഉണ്ടാക്കി വെക്കാമല്ലോ, രസമല്ലേ. അതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരെണ്ണമാണ് ഇത്. ഞാൻ റോസപ്പൂ പോലെ ഉണ്ടാക്കി. വേറൊരു ബോട്ടിലുണ്ടായിരുന്നു, അതിൽ പെയിൻറ്റ് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചു. 2 മുട്ടും റോസാപ്പൂവും. സിമ്പിളാണ്. വെറുതെ വേസ്റ്റാക്കി കളയണ്ട. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ വീടും ഡെസ്കും ഒക്കെ ഡെക്കറേറ്റ് ചെയ്താനേ